ഹലോ ഫ്രണ്ട്, വെബ് ടെക്നോളജിയുടെ പാർട്ട് 2ലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഈ ചാപ്റ്ററിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ, പാർട്ട് 1 വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ആ വീഡിയോയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ്. എങ്ങനെ ഒരു വെബ് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആശയവിനിമയം നടത്താം? രണ്ട് രീതിയിൽ വെബ് സെർവറുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തത് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തത് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ? ഇവിടെ ക്ലയൻറ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു യൂസറുടെ കൈവശമുള്ള ഡിവൈസുകൾ, ഉപകരണങ്ങൾ, അതൊരു പക്ഷേ ഒരു കമ്പ്യൂട്ടർ ആവാം, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ആവാം, അതുമല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ ആവാം. അപ്പോൾ ഈ ക്ലയൻറ്റ് മെഷീൻസും സർവർ കമ്പ്യൂട്ടറും തമ്മിലുള്ള ആശയവിനിമയമാണ് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് രണ്ട് വെബ് സെർവറുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇവിടെ ഒന്നാമത്തെ വെബ് സെർവറും രണ്ടാമത്തെ വെബ് സെർവറും തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തുന്നു. അപ്പോൾ വെബ് സെർവറുമായിട്ട് രണ്ട് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒന്ന് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തത് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഒന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ നോക്കാം, ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഒരു വെബ് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, ആശയവിനിമയം നടത്തണമെങ്കിൽ പ്രോട്ടോക്കോൾ നിർബന്ധമാണ്. പ്ലസ് 1 പല തരത്തിലുള്ള പ്രോട്ടോക്കോളുകളെ കുറിച്ച് പഠിച്ചു. HTTP പ്രോട്ടോക്കോൾ, HTTPS പ്രോട്ടോക്കോൾ, TCP പ്രോട്ടോക്കോൾ, IP പ്രോട്ടോക്കോൾ, FTP പ്രോട്ടോക്കോൾ, അങ്ങനെ നിരവധി പ്രോട്ടോക്കോളുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വെബ് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് HTTP പ്രോട്ടോക്കോൾ. എങ്ങനെയാണ് HTTP പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് ഒരു സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അതിന് രണ്ട് സ്റ്റേജുകളാണ്. ഒന്ന് HTTP റിക്വസ്റ്റ് ആൻഡ് HTTP റെസ്പോൺസ്. നമുക്കറിയാം, ഈ സെർവറിനകത്ത്, ഒരു വെബ് സെർവറിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന വെബ് പേജുകളാണ്. അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൻ്റെ ലക്ഷ്യം. അപ്പോൾ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ആദ്യമായിട്ട് ഒരു റിക്വസ്റ്റ്, വെബ് പേജിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. ആ റിക്വസ്റ്റിൻ്റെ പേരാണ് HTTP റിക്വസ്റ്റ്. സർവർ റിക്വസ്റ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഒരു റെസ്പോൺസ് നൽകും. ആ റെസ്പോൺസ് എന്ന് പറയുന്നത് സെർവറിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന വെബ് പേജ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് HTTP പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടി ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു, ആ റിക്വസ്റ്റിന് ഒരു റിസൾട്ട് തിരിച്ചു നൽകും. പക്ഷേ HTTP പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഈ കമ്മ്യൂണിക്കേഷൻ അത്ര സുരക്ഷിതമല്ല. അങ്ങനെ പറയാൻ കാരണം, നമുക്കൊരു ഉദാഹരണം നോക്കാം. ഞാനിവിടെ HTTP പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടി ഒരു യൂസർ നെയിമും പാസ്വേഡും സെർവറിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമുക്കറിയാം, HTTP പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടി സെൻഡ് ചെയ്യുന്ന ഈ ഡാറ്റ നെറ്റ്വർക്കിലൂടെ സഞ്ചരിച്ചാണ് സെർവറിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ എന്താണോ യൂസർ ടൈപ്പ് ചെയ്തത്, അത് യൂസർ നൽകിയിട്ടുള്ള ഡാറ്റ എന്താണോ, ആ ഡാറ്റ നെറ്റ്വർക്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഇങ്ങനെ നെറ്റ്വർക്കിലൂടെ സെൻഡ് ചെയ്യപ്പെടുന്ന ഡാറ്റ സെൻഡറോ റിസീവറോ അറിയാതെ ഇടയിൽ വെച്ച് മറ്റൊരാൾക്ക് സ്വീകരിക്കാനും അത് വായിക്കാനും സാധിക്കും. സ്വീകരിക്കാൻ സാധിക്കും, അത് വായിക്കാൻ സാധിക്കും, അതിൽ മാറ്റം വരുത്താൻ സാധിക്കും. ഇനി അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ, നമ്മൾ പലതരത്തിലുള്ള അറ്റാക്കുകളെ കുറിച്ച് പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, ഒരു നെറ്റ്വർക്കിൽ സെൻഡറോ റിസീവറോ അറിയാതെ നടത്തുന്ന ആക്രമണം. അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണത്തിന് വിധേയമായി കഴിഞ്ഞാൽ ഒരു യൂസറെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട പല വിവരങ്ങളും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുന്നത് HTTP പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടിയാണ്. HTTP പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടി ഒരു റിക്വസ്റ്റ് സെർവറിലേക്ക് സെൻഡ് ചെയ്യാം.
റിക്വസ്റ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു റെസ്പോൺസ് തിരിച്ച് നൽകപ്പെടും. HTTP പ്രോട്ടോക്കോൾ അത്ര സുരക്ഷിതമല്ല. അപ്പോൾ സുരക്ഷിതമായ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു പ്രോട്ടോക്കോളാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ, HTTPS. ഈ HTTPS പ്രോട്ടോക്കോൾ വർക്ക് ചെയ്യുന്നത് മറ്റൊരു ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയാണ്. ആ ടെക്നോളജിയുടെ പേരാണ് സെക്യൂർ സോക്കറ്റ് ലെയർ ഓർ SSL ടെക്നോളജി. ഈ SSL ടെക്നോളജി ഉപയോഗിക്കുന്നത് ക്ലയൻറ്റ് മെഷീനും സർവർ കമ്പ്യൂട്ടറും തമ്മിൽ ഒരു എൻക്രിപ്റ്റഡ് കണക്ഷൻ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് ഈ എൻക്രിപ്റ്റഡ് കണക്ഷൻ? അതായത് ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ നിന്നും സെൻഡ് ചെയ്യപ്പെടുന്ന ഡാറ്റ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ നിന്നും സെർവറിലേക്കും സെർവറിൽ നിന്ന് ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലേക്കും സെൻഡ് ചെയ്യപ്പെടുന്ന ഡാറ്റ വായിക്കാൻ കഴിയാത്ത ഒരു ഫോമിലേക്ക് മാറ്റുന്ന പ്രോസസ്സിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഡാറ്റയെ നോൺ റീഡബിൾ ഫോർമാറ്റിലേക്ക് മാറ്റുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എൻക്രിപ്ഷൻ. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്തു. യൂസർ നെയിം കൊടുത്തിരിക്കുന്നത് ആപ്പിൾ എന്നാണ്. പാസ്വേഡായിട്ട് നൽകിയിരിക്കുന്നത് apple_pwd എന്നാണ്. ഇവിടെ SSL ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഈ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് നേരിട്ട് നെറ്റ്വർക്കിലൂടെ സെൻഡ് ചെയ്യാതെ ഈ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റിനെ ഞാൻ എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കാൻ കഴിയാത്ത ഒരു ഫോമിലേക്ക് മാറ്റി. അപ്പോൾ ആപ്പിൾ എന്ന ടെക്സ്റ്റിനെ ഞാൻ മറ്റൊരു ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വായിക്കാം, പക്ഷേ ഈ അക്ഷരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ അതിന് യാതൊരു മീനിങ്ങുമില്ല. ഇതിനർത്ഥം സെൻഡറിൻ്റെയും റിസീവറുടെയും ഇടയിൽ നിന്ന് മറ്റൊരാൾ ഈ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് സ്വീകരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ ഡാറ്റ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ HTTPS പ്രോട്ടോക്കോൾ HTTP പ്രോട്ടോക്കോളിനെ അപേക്ഷിച്ച് സുരക്ഷിതമാണെന്ന് പറയാം. കാരണം ക്ലയൻറ്റ് കമ്പ്യൂട്ടറും അതുപോലെ സെർവർ കമ്പ്യൂട്ടറും ആശയവിനിമയം നടത്തുന്നത് എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും. ഇനി HTTPS പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടി വെബ് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ വെബ് സെർവറിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. അത് ഇൻസ്റ്റലേഷൻ ഓഫ് SSL സർട്ടിഫിക്കറ്റ്. ഈ സെർവറിനകത്ത് SSL സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പോൾ എവിടെ നിന്നാണ് ഈ SSL സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്? ഓരോ സെർവറിനും SSL സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേൾഡിൽ നിരവധി കമ്പനികളുണ്ട്. അത്തരത്തിലൊരു കമ്പനിയാണ് വെരിസൈൻ. ഇത്തരം കമ്പനികളിൽ നിന്ന് പണം കൊടുത്ത് SSL സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് ശേഷം വെബ് സെർവറുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ SSL സർട്ടിഫിക്കറ്റുകളുടെ ഇൻസ്റ്റലേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് ഈ സെർവറുമായിട്ട് HTTPS പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടി ആശയവിനിമയം നടത്താവുന്നതാണ്. അപ്പോൾ HTTPS പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ സെർവറിനകത്ത് SSL സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഈ SSL സർട്ടിഫിക്കറ്റ് നൽകുന്നത് വെരിസൈൻ പോലുള്ള കമ്പനികളാണ്. ഇനി HTTPS പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടി ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷനിലെ ചില സ്റ്റെപ്പുകൾ നോക്കാം. എങ്ങനെയാണ് HTTPS പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടി ക്ലയൻറ്റും സെർവറും തമ്മിൽ ആശയവിനിമയം നടത്തുന്നത്? ഇതിന് കണക്ഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആദ്യമായി ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ നിന്നും ഒരു റിക്വസ്റ്റ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. അതായത് എനിക്കൊരു HTTPS കണക്ഷൻ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. സെർവർ ഈ റിക്വസ്റ്റ് സ്വീകരിക്കുന്നു. സ്വീകരിച്ചതിന് ശേഷം സെർവറിൽ നിന്നും ഒരു SSL സർട്ടിഫിക്കറ്റ് തിരിച്ച് ക്ലയൻറ്റിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ റിക്വസ്റ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് സെർവറിലുള്ള SSL സർട്ടിഫിക്കറ്റ് ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നു. ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ഈ SSL സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നു. അതിനുശേഷം ഏത് കമ്പനിയാണോ ഈ SSL സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് ആ കമ്പനിയുടെ സഹായത്തോടു കൂടി
തന്നിരിക്കുന്ന SSL സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ അല്ലെങ്കിൽ ശരിയാണോ എന്ന് പരിശോധിക്കുന്നു. വാലിഡ് ആണെങ്കിൽ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ നിന്നും ഒരു എൻക്രിപ്റ്റഡ് ഡാറ്റ സെർവറിലേക്ക് സെൻഡ് ചെയ്യപ്പെടും, വെബ് സെർവറിലേക്ക് സെൻഡ് ചെയ്യപ്പെടും. പിന്നീട് സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്കും അതുപോലെ തന്നെ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്കും സെൻഡ് ചെയ്യപ്പെടുന്ന ഡാറ്റ എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും. ചിത്രത്തിൽ നിങ്ങൾക്ക് SBIയുടെ വെബ്സൈറ്റ് അഡ്രസ്സ് കാണാം. തുടങ്ങിയിരിക്കുന്നത് HTTPSലാണ്. അതായത് എല്ലാ ബാങ്കിങ് സൈറ്റുകളും HTTPS പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിന് SSL സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്ന പ്രൊവൈഡറുടെ പേര് കാണാം. നിങ്ങൾക്ക് HTTPS എന്ന് പറയുന്ന പ്രോട്ടോക്കോളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബ്രൗസറിൽ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് SSL സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇവിടെ വെരിസൈൻ എന്ന കമ്പനിയാണ് ഈ വെബ്സൈറ്റിന് വേണ്ടി SSL സർട്ടിഫിക്കറ്റ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ നോക്കാം. വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. വെബ് സെർവറുകൾക്കിടയിലുള്ള ആശയവിനിമയമാണ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകളുടെ സഹായത്തോടു കൂടിയാണ് സെർവറുകൾക്കിടയിൽ ആശയവിനിമയം നടത്തുന്നത്. അതായത് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഡാറ്റ എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും എന്നർത്ഥം.